എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ആലോചിക്കാൻ ഒരുപാടുണ്ടല്ലോ. കല്യാണത്തിന് മുൻപ് എനിക്കിങ്ങനെ തല പുകയ്ക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം ചിന്തയോട് ചിന്ത തന്നെയാ. ഇനി ലക്ഷ്മിയെയും നിങ്ങളുടെ ഏട്ടനെയും ജയിക്കാൻ നമ്മുടെ മുൻപിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ. അതെന്താണെന്ന് പറയാവോ? നീ തന്നെ പറ. അതെ, എല്ലാം ഞാൻ തന്നെ പറയണം. അല്ലാതെ അതെന്താണെന്ന് പറയാനുള്ള തലച്ചോറ് ദൈവം സഹായിച്ച് നിങ്ങക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവളെ ജയിക്കാൻ എന്റെ മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് എന്റെ കുഞ്ഞാ. അത് പോയി. അതിനുശേഷം പിന്നീട് എനിക്ക് വിശേഷം ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞിനെ നമ്മൾ മടിയിലിരുത്തി താലോലിക്കുന്നത് ലക്ഷ്മിയും നിങ്ങളുടെ ഏട്ടനും കാണണം. അങ്ങനെ ഇനി നമുക്ക് അവരുടെ ഒക്കെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ ചേച്ചിക്ക് കോംപ്ലക്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു കുഞ്ഞിനെ അവർക്ക് വേണം തോന്നിയാലേ കണ്ണേട്ടനും അവരും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചില് വരും. അതൊക്കെ നമ്മുടെ ചിന്തയാ, തോന്നലാ. അയാളുമായിട്ടുള്ള ജീവിതം തന്നെ അവൾക്ക് ലോട്ടറിയാ. പിന്നെ കുറച്ചു കഴിയുമ്പോ അവൾക്ക് ഈ ജീവിതം ഒരു മടുപ്പായിട്ട് തോന്നും. അങ്ങനെ മടുക്കണമെങ്കിൽ നമുക്കിടയിൽ ഒരു കുഞ്ഞ് ജനിക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓ, അതും അറിയത്തില്ല. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ പോയി കാണണം. അവര് പറയുന്ന കേൾക്കണം. എന്നാ ഇപ്പൊ തന്നെ നമുക്ക് പോവാം. ഓ, അങ്ങനെയെങ്കിലും ഒരു സൗജന്യം ചെയ്തു തന്നല്ലോ. നീ എന്തിനും ഏതിനും എന്നെ എന്തിനാ കരുണേ ഇങ്ങനെ വെറുക്കുന്നത്? ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ ഒരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു സംഭവിച്ചിട്ടില്ലാന്ന്? ഞാൻ കല്യാണം കഴിച്ചതേ കമലേശ്വരത്തെ ഒരു അടിമയാ. അടിമയോ? പിന്നെ നിങ്ങൾ അടിമയല്ലാതെ ഉടമയാണോ? ഇപ്പൊ ലക്ഷ്മിയുടെ കീഴ് ജീവനക്കാരനാ നിങ്ങള്. അവളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതേ പറ്റിയൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മിയും പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. എനിക്കും സമയം പോണം. ഏത് നേരവും നിങ്ങളുടെ മുഖം കണ്ടോണ്ടിരുന്നാൽ സമനില തെറ്റിപ്പോവും. അതിന്നൊരു മോചനം വേണം. എന്നാ പിന്നെ നീ റെഡിയാവ്, നമുക്ക് പോവാം. അതെ, ഞാൻ റെഡിയായിട്ടിരിക്കുക. നിങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയാ മതി. മുത്തശ്ശിയും വിളിച്ചു പറഞ്ഞു, ഒരു തവണ ഗർഭം അലസി പോയതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഡോക്ടറോട് പോയി ചോദിക്കണമെന്ന്. എന്തായാലും അടുത്ത 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ നമുക്ക് വേണം. ആ കുഞ്ഞിന്റെ 28 കെട്ടും ചോറൂടും പിന്നെ പിറന്നാളും ഒക്കെ ലക്ഷ്മിയുടെയും കണ്ണന്റെയും മുന്നിലൂടെ നമുക്ക് ആഘോഷിക്കണം. അതെന്റെ വാശിയാ.